ഒരു പ്രദേശത്തെ റോഡ് അറിയപ്പെടുന്നത് സ്റ്റുഡിയോയുടെ പേരിൽ. ആ സ്റ്റുഡിയോയുടെ ഉടമസ്ഥനിലേക്കാണ് മെട്രോ 7 ന്യൂസ് കണ്ണോടിക്കുന്നത്. 46 വർഷം നീളുന്ന ഫോട്ടോഗ്രാഫി എന്ന കലയിൽ ഇന്നും സജീവമാണ് അരൂർ സ്വദേശിയായ AK സന്തോഷ് ബാബു. തന്റെ പിതാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് 35 വർഷത്തിനു മുന്നേ അരൂർ ബൈപ്പാസ് കവലയ്ക്ക് സമീപം കുമാർ സ്റ്റുഡിയോ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചത്. പഠനകാലത്ത് സ്കൂളിലെ അധ്യാപകനിൽ നിന്നും പകർന്നു കിട്ടിയ അറിവും പ്രചോദനവുമാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ കലയെ ഉപജീവനമായി സ്വീകരിക്കാനും സന്തോഷ് ബാബുവിനെ പ്രേരിപ്പിച്ചത്. 46 വർഷം നീളുന്ന ഫോട്ടോഗ്രാഫി എന്ന കലയിൽ ഇന്നും സജീവമാണ് 66-കാരനായ AK സന്തോഷ് ബാബു. അരൂരിൽ കുമാർ സ്റ്റുഡിയോ എന്ന പേരിൽ ആദ്യമായി ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആരംഭിച്ചത് സന്തോഷ് ബാബു ആണ്. അരൂർ അശകന്തരവെളി കുമാരന്റെ മകനായ സന്തോഷ് ബാബു പിതാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് 35 വർഷത്തിനു മുന്നേ അരൂരിൽ ബൈപ്പാസ് കവലയുടെ തെക്ക് ഭാഗത്ത് കുമാർ സ്റ്റുഡിയോ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചത്. കെട്ടിടം ജീർണാവസ്ഥയിലായതിനാൽ സ്റ്റുഡിയോ കാലാന്തരത്തിൽ മാറ്റപ്പെട്ടെങ്കിലും ഈ ഭാഗത്തുകൂടെ കടന്നുപോകുന്ന ഗ്രാമീണ റോഡ് അറിയപ്പെടുന്നത് കുമാർ സ്റ്റുഡിയോ റോഡ് എന്ന പേരിലാണ്. അരൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസ് ക്ലബിന്റെ സാരഥിയായ ജോസഫ് മാഷിൽ നിന്നും പകർന്നു കിട്ടിയ അറിവും പ്രചോദനവുമാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ കലയെ ഉപജീവനമായി സ്വീകരിക്കാനും തന്നെ പ്രേരിപ്പിച്ചതെന്ന് സന്തോഷ് ബാബു മെട്രോ 7 ന്യൂസിനോട് പറഞ്ഞു. സയൻസ് ക്ലബ് ഉണ്ടായിരുന്നു. സയൻസ് ക്ലബ്ബിൽ സയൻസിൻ്റെ അധ്യാപകനായിരുന്ന ജോസഫ് സാറ്, അദ്ദേഹം 5 കുട്ടികളെ ചേർത്തുകൊണ്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്കൊരു സബ്ജക്റ്റ് കൊടുത്ത് പഠിപ്പിക്കുകയും അതിലൊന്നായിരുന്നു ഫോട്ടോഗ്രാഫി. അപ്പം ഞാൻ അതിൽ ആകർഷണമാകുകയും അതിൽ ചേർന്ന് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ ഉപയോഗിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയും അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പലരും പല രീതിയിലായി മാറിപ്പോയി. പക്ഷേ എനിക്കതിനോടുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹമായിരുന്നു ഫോട്ടോഗ്രാഫി. തേവര സ്കൂൾ ഓഫ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ സന്തോഷ് ബാബുവിന്റെ ക്യാമറയിൽ നാളിതുവരെ അരൂരിലെയും പരിസര പ്രദേശത്തുമുള്ള വിവാഹവും മരണവും ജനനവും വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളും ചടങ്ങുകളും അടക്കമുള്ളവയുടെ ഒട്ടനവധി ജീവസുറ്റ ചിത്രങ്ങൾ പകർത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഡിജിറ്റലൈസേഷൻ അടക്കമുള്ള ഫോട്ടോഗ്രാഫി സാങ്കേതിക വിദ്യയുടെ വികാസം തൊഴിലിനെയും വരുമാനത്തെയും ബാധിച്ചുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഡിജിറ്റലിലേക്ക് മാറി. അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നമുക്ക് ഫോട്ടോഗ്രാഫർ വേണം. ഒരു സ്റ്റുഡിയോന് മറ്റുള്ളവരുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റുഡിയോയിൽ ചെന്നാൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് കളറായി കഴിഞ്ഞ് ഏതാണ്ട് 86 ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് മാറി. അങ്ങനെ അത് വന്നതിന് ശേഷം വളരെ താമസിയാതെ തന്നെ മൊബൈൽ ഫോണുകളിൽ ക്യാമറ വന്നു തുടങ്ങി. അതോടുകൂടി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജോലി വളരെ പകുതിയായി. അങ്ങനെ വന്ന് ഡിജിറ്റൽ ക്യാമറകൾ ഇറങ്ങി. അതോടുകൂടി പിന്നെ സ്റ്റുഡിയോകളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ മാറി. അത്യാവശ്യം കല്യാണം പോലുള്ള അല്ലെങ്കിൽ പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം സ്റ്റുഡിയോകളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലത്തെ ഫോട്ടോഗ്രാഫർമാർക്ക് വലിയ ക്ഷീണമായി പോയി. 10 വർഷം മുൻപ് പുതുക്കി പണിതുകൊണ്ടിരുന്ന അരൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി മിന്നലേറ്റ് തകർന്ന് 2 അതിഥി തൊഴിലാളികൾ മരണമടയുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവത്തിന്റെ ചിത്രങ്ങൾ പകർത്തി പുറം ലോകത്തെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും മിഴിവോടി നിൽക്കുന്നു. ഇപ്പോൾ കേരള സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഫോട്ടോഗ്രാഫർ തസ്തികയിൽ കരാർ ജീവനക്കാരനായി കഴിയുകയാണ് സന്തോഷ് ബാബു. ഇടയ്ക്ക് വിവിധ പത്രങ്ങളുടെ അരൂർ ഏരിയ വാർത്താലേഖകനായും ജോലി നോക്കിയിട്ടുണ്ട്. അത് കുമാർ സ്റ്റുഡിയോ ജംഗ്ഷനായിട്ട് മാറിയത്. അങ്ങനെയാണ് പിന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. കുമാർ സ്റ്റുഡിയോ റോഡായിട്ട് മാറി. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ രേഖയും 2 ആൺകുട്ടികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. പള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീഴുന്ന ഒരു വൈകിട്ട് ഒരു 5:30 മണിയോടുകൂടിയാണ് അതിൻ്റെ ഒരു ഭാഗം തകർന്നു താഴെ വീഴുന്നത്. അന്ന് നമ്മളറിയുകയും ഞാൻ ക്യാമറയായിട്ട് അവിടെ ഓടിച്ചില്ലേയും ആ ഫോട്ടോഗ്രാഫി അതെടുത്തതെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് മായാത്ത പല രംഗങ്ങളായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിൽ 2-3 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യം അത് എടുത്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആണ് അവിടെ നിന്ന് ആ പള്ളി വിട്ടു നിന്ന് പോരുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പടമെടുക്കുകയും മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. ഞാൻ കൊടുത്ത പടങ്ങളാണ് മറ്റു പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തത്. അപ്പോൾ ഞാൻ കേരളവതിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പടം എടുക്കുകയും പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ നമ്മൾ നിന്നിട്ടാണ് അവിടെ നിന്ന് ആ പള്ളിപ്പറമ്പിൽ നിന്ന് കൊടുത്തത്. കാരണം അത്രയ്ക്ക് ഹൃദയഭേദകമായിരുന്നു ഓരോ രംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, അരൂർ. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ട് വിജയകരമായ 1ാം വാർഷികത്തിലേക്ക്. ഡിസംബർ 1 മുതൽ ജനുവരി 10 വരെയുള്ള പർച്ചേസുകളിൽ നിന്നും മെഗാ നറുക്കെടുപ്പിലൂടെ 20 ഭാഗ്യശാലികൾക്ക് ഉഗ്രൻ സമ്മാനങ്ങളും. ഡിസംബർ 24 വരെ ഓരോ ദിവസവും നറുക്കെടുപ്പുകൾ. PMSEB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.